ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനു സിംപ്ലി ബ്യൂട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്ന് കിട്ടാന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ പഴയ കോലം ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ സൈഡിൽ പിക്ക് കൊടുക്കാം. ആ ഒരു കോലത്തിൽ നിന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു കോലത്തിലേക്ക് മാറ്റിയെടുത്തത് എന്നെ മാറ്റാൻ ഹെൽപ്പ് ചെയ്ത, എന്നെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്ത സ്കിൻ കെയർ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡൾ സ്കിൻ ആയിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സ്കിൻ കെയർ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മാറും. ഓക്കെ, നല്ല ചേഞ്ച് വരും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എങ്ങനെയാണ് ഇത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് ഫേസ് ഇരിക്കുന്നത്, അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. ഓക്കെ, അപ്പം അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ പണ്ടത്തെ സ്കിന്നിൽ നിന്ന് ഈ ഒരു സ്കിന്നിലേക്ക് എന്നെ മാറാൻ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ഇതിന് ഒരു 5 പൈസ ചിലവില്ല കേട്ടോ. ഒരു 5 പൈസയുടെ ചിലവ് പോലും ഇല്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ പറയണ പോലെ തന്നെ നിങ്ങളും സ്കിൻ കെയർ ഇതേപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്ന് ഒരു 3 മാസം അതല്ലെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എങ്കിലേ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ കൂടുതലായിട്ട് വർത്തമാനമൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സ്റ്റീമിങ്, ആവി പിടിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ സ്കിന്ന് കറുപ്പാണോ വെളുപ്പാണോ എന്നതിലല്ല കാര്യം, എപ്പോഴും നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കണം. അങ്ങനെയല്ലേ എല്ലാവർക്കും വേണ്ടത്. അതിന് ഞാൻ ഈ പറയുന്ന സ്കിൻ കെയർ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു ആവി പിടിക്കുന്ന മെഷീൻ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മേടിക്കാൻ കിട്ടും. ഞാനിത് പുറത്തുനിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ആവി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിലുള്ള പോൾസൊക്കെ ഒന്ന് ഓപ്പൺ ആവും. മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ ആവി പിടിക്കുമ്പം വേറെ ഒരു സാധനങ്ങളും ഈ ഒരു ആവി പിടിക്കുന്ന മെഷീനിൽ ഇടണ്ട. പിന്നെ നിങ്ങൾ ആവി പിടിക്കുമ്പോഴേ ഇങ്ങനെ വേണം ആവി പിടിക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരുവാണ്. ഇതുമൂലം നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് ഒരു വൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ആവി പിടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ കണ്ടില്ലേ, ആവി പിടിച്ചപ്പോൾ തന്നെ എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റനായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ആക്നെ ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഒരു മെത്തേഡ് 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റീം ഇൻഹലേഷൻ. ഓക്കെ, ആഴ്ചയിൽ 2 തവണയായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ടാണ് നമുക്ക് ക്ലെൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ദിവസവും രാവിലെയും നൈറ്റും ആയിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൈഡിൽ കൊടുക്കാം കോഫി പൗഡറും അതുപോലെ തന്നെ 1 സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ. 2 ഒരേ സ്പൂൺ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മതിയാവും നമ്മുടെ ഫേസിലേക്ക്. എന്നിട്ട് നന്നായിട്ട് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ഒരു 2-3 സെക്കൻഡ്സ് സോഫ്റ്റായിട്ട് മസാജ് ചെയ്തിട്ട് വേണം ക്ലെൻസ് ചെയ്യാനായിട്ട്. ഇവ രണ്ടും തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആക്കി എടുക്കാനായിട്ടും ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കി എടുക്കാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് സാധാ വെള്ളത്തിൽ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാം. വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ, ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് തന്നെയാണ്. എന്നും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഫേസ് വാഷുകളായിരിക്കും യൂസ് ചെയ്യുക. അത് മാറ്റി നിങ്ങൾ വീക്ക്ലി ഒരു 2-3 ടൈംസ് ഇതേപോലുള്ള നാച്ചുറൽ ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഐസിങ് ഓൺ ഫേസ്. ഞാൻ എന്ന് മുതലാണോ ഐസ് ഫേസിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെഡ് സ്കിന്നായ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റനായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഐസ് ക്യൂബ് ഡയറക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഐസ് ക്യൂബ് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഐസ് ക്യൂബ് ഫേസിൽ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ നോർമൽ ടു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിന്നുകാരാണെങ്കിൽ ഒരു തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഒരു മസാജ് കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നല്ലതാണ്, നമ്മളൊരു 2-3 സെക്കൻഡ്സ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ്, പിന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള
ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് ഈ ഒരു സോഫ്റ്റ് മസാജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എത്രത്തോളം നിങ്ങൾ മസാജ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആൻഡ് പ്ലം ആയിട്ടും നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും കേട്ടോ. ഐസ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും, അങ്ങനെ ആക്നെ പിമ്പിൾസ് ഒക്കെ വരുന്നത് തടയും. ഇനി അടുത്തത് വന്നിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. ആളുടെ വെയിറ്റിനനുസരിച്ചിട്ട് ഇത്ര വെള്ളം കുടിക്കണം എന്നുണ്ടാവും, അത് നമ്മൾ കുടിക്കണം. അത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫേസിന് മാത്രമല്ല നമ്മുടെ ബോഡിക്കും നല്ലതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് പാക്ക് ആണ്. ഫേസ് പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ അരിപ്പൊടിയും പിന്നെ 1 സ്പൂൺ കോഫി പൗഡറും അത് മിക്സ് ചെയ്യാനായിട്ട് കാച്ചാത്ത പാലുമാണ് എടുത്തിരിക്കുന്നത്. ഇവ തമ്മിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും തന്നെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലം ആവാനായിട്ടും ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനായിട്ടും ഫേസ് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 തവണയായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊരു 25 to 30 മിനിറ്റ്സ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ ചെറിയൊരു മസാജിലൂടെ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് റോസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഏത് റോസ് വാട്ടർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന റോസ് വാട്ടർ ആണെങ്കിലും അത് എടുക്കാം. ഇത് നിങ്ങൾ ഇച്ചിരി കയ്യിലെടുക്കുക, എന്നിട്ട് നമ്മൾ ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ പാഡോ തുണിയിലോ വെച്ചിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഡെയിലി നിങ്ങൾ നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് ഫേസിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ഇതെല്ലാം തന്നെ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നും ഇതേപോലെ ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിന്നായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും സ്കിൻ കെയർ മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു സ്കിൻ കെയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.